വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിനൈസൻസ് പീരീഡ്, അതായത് നവോത്ഥാന കാലഘട്ടത്തിലെ ഈ മോറൽ അപ്രോച്ചിനെ കുറിച്ചാണ്, മോറലിസ്റ്റിക് അപ്രോച്ചിനെ കുറിച്ചാണ്. റിനൈസൻസ് പീരീഡിലുള്ള മോറലിസ്റ്റിക് അപ്രോച്ച്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് സർ ഫിലിപ്പ് സിഡ്നി. നമ്മൾക്ക് എല്ലാവർക്കും പറയാം സർ ഫിലിപ്പ് സിഡ്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫേമസ് ആയ വർക്കിൽ അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്, ഒരു കവി, ഒരു ലയർ, ഒരു നുണയനാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിനെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നോഷനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഏതിൽ? അദ്ദേഹത്തിൻ്റെ അപ്പോളജി ഫോർ പോയട്രി എന്നുള്ള വർക്കിൽ. അതായത് പോയറ്റ് ഒരു നുണയനാണ്, ഒരു കവി ഒരു നുണയനാണ് എന്നിട്ടുള്ള ആ ഒരു നോഷൻ, ആ ഒരു വിശ്വാസത്തിനെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതിൽ? അപ്പോളജി ഫോർ പോയട്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്, ഒരു പോയറ്റ് ഭാവനയെ ശുദ്ധീകരിക്കാൻ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് സിഡ്നി വിശ്വസിക്കുന്നത്. അതായത് ഒരു പോയറ്റ് ഒരു ഭാവനയെ ശുദ്ധീകരിക്കാൻ വഹിക്കുന്ന പങ്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ പങ്ക് ഒരിക്കലും ഒരു ചരിത്രകാരനോ അല്ലെങ്കിൽ ഒരു തത്വചിന്തകനോ വഹിക്കാൻ കഴിയില്ല എന്നാണ് സിഡ്നി പറയുന്നത്. ഭാവനയെ ശുദ്ധീകരിക്കുക എന്നുള്ള ആ ഒരു വലിയ കർത്തവ്യം അല്ലെങ്കിൽ ആ ഒരു വലിയ കർമ്മം ചെയ്യാൻ പോയറ്റിൻ്റെ അത്രയും കഴിവ് ഒരിക്കലും ഒരു ചരിത്രകാരനോ അല്ലെങ്കിൽ ഒരു തത്വചിന്തകനോ ഇല്ല എന്നാണ് ഫിലിപ്പ് സിഡ്നി വിശ്വസിച്ചിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഡോക്ടർ ജോൺസൻ്റേത്. അദ്ദേഹത്തിനെ 18th century 18ാം നൂറ്റാണ്ടിലെ ലിറ്റററി ഡിക്റ്റേറ്റർ എന്നാണ് പറയുന്നത്. അതായത് സാഹിത്യ സ്വേച്ഛാധിപതി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ലിറ്റററി ഡിക്റ്റേറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. ആരെ? ഡോക്ടർ ജോൺസൺ. അപ്പോൾ അദ്ദേഹം ധാർമ്മികതയ്ക്ക് ഒരുപാടധികം പ്രാധാന്യം കൊടുത്തിരുന്നു. ധാർമ്മികതയെ വളരെയധികം ഇമ്പോർട്ടൻസോടു കൂടിയാണ് ആര് കണ്ടിരുന്നത്? ഡോക്ടർ ജോൺസൺ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഷേക്സ്പിയറിൻ്റെ കൃതികളെ ഒരുപാടധികം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഷേക്സ്പിയർ തൻ്റെ കൃതികളിൽ ധാർമ്മികതയെ വളരെയധികം ഒഴുക്കൻ മട്ടിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് ഡോക്ടർ ജോൺസൺ പറയുന്നത്. ധാർമ്മികതയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ ഒരു ഒഴുക്കൻ മട്ടിലാണ് ഷേക്സ്പിയർ തൻ്റെ കൃതികളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് ഡോക്ടർ ജോൺസൺ പറയുന്നത്. അതായത് ഒരു സ്ലിപ്പ് ഷോട്ട് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് വഴുവഴുന്നനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു സമീപനമാണ് ധാർമ്മികതയ്ക്ക് ഷേക്സ്പിയർ കൊടുത്തിരിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഡോക്ടർ ജോൺസൺ പറയുന്നത്. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ധാർമ്മിക മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും ഒരുപാടധികം പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെയുള്ളൊരു പേര് എന്ന് പറയുന്നത് മാത്യു അർണോൾഡാണ്. അപ്പോൾ മാത്യു അർണോൾഡ്, അദ്ദേഹം നമുക്കറിയാം വലിയൊരു പോയറ്റാണ്, ഒരു കവിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ എന്താണ്, ഹൈ സീരിയസ്നെസ് ആയിരിക്കും. അതായത് അതീവ ഗൗരവമുള്ള കവിതകളായിരിക്കും ആരുടെ? മാത്യു അർണോൾഡിൻ്റെ പോയംസൊക്കെ അല്ലെങ്കിൽ കവിതകളൊക്കെ. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു യഥാർത്ഥ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശകലനം ചെയ്യേണ്ടത് ഒരു കവിതയെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നല്ല, മറിച്ച് ആ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിശകലനം ചെയ്യേണ്ടത് എന്നാണ് മാത്യു അർണോൾഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കവിതയുടെ ഫോമിനല്ല, അതായത് അത് യൂസ് ചെയ്തിരുന്ന ഫിഗറേറ്റീവ് ഡിവൈസസിനോ അല്ലെങ്കിൽ അതിൻ്റെ റിതമിനോ അല്ല ഇമ്പോർട്ടൻസ്, അതിനല്ല, ഒരു ഫോമിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള വിഷയത്തിനാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് മാത്യു അർണോൾഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കവിത എങ്ങനെ പറയുന്നു എന്നതല്ല, അതിനുപരി അതെന്ത് പറയുന്നു എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? മാത്യു അർണോൾഡ് പറഞ്ഞത്. അങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ വിമർശനം എന്നാണ് മാത്യു അർണോൾഡിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അദ്ദേഹം ഫോമിനല്ല, മറിച്ച് കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതായത് ഒരു കവിതയുടെ ഉള്ളിലുള്ള വിഷയം, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാരാംശത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇത്രയുമാണ് റിനൈസൻസ് പീരീഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നിയോ ഹ്യൂമനിസം എന്നുള്ള കോൺസെപ്റ്റുകളിൽ നോക്കാം. അപ്പോൾ ആരാണ് നിയോ ഹ്യൂമനിസ്റ്റ്? നിയോ ഹ്യൂമനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20th century, അതായത് 20ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ധാർമ്മിക നിരൂപകരെയാണ് നമ്മളെന്ത് പറയുന്നത്? നിയോ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് 20ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ധാർമ്മിക നിരൂപകരെയാണ് നമ്മൾ നിയോ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 20th centuryയിലുള്ള ഒരു ധാർമ്മിക സമീപനത്തിനെയാണ് നമ്മൾ നിയോ ഹ്യൂമനിസം എന്ന് പറയുന്നത്.
അപ്പോൾ അവർ മെയിനായിട്ട് 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. എന്തിനൊക്കെയാണ്? ഓർഡർ, റീസ്ട്രെയിൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ. അതായത് ക്രമം, സംയമനം, അച്ചടക്കം. ഈ 3 സംഭവത്തിനാണ് ആര് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? നിയോ ഹ്യൂമനിസ്റ്റുകൾ പ്രാധാന്യം നൽകിയിരുന്നത്. ഓർഡർ, റീസ്ട്രെയിൻറ്റ്, ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ക്രമം, സംയമനം, അച്ചടക്കം. അപ്പോൾ അവരെന്താ പറഞ്ഞിരുന്നത് വെച്ചാൽ, നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആനിമലിസ്റ്റിക് ഇമ്പൾസസ്, അതായത് മൃഗീയ പ്രേരണകൾ, ആനിമലിസ്റ്റിക് ഇമ്പൾസസിനും ഒരു ഈഗോ, അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹംഭാവത്തിനും എന്താണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ അവരുടെ ആ മനുഷ്യൻ്റെ യുക്തിക്കും, അതായത് റീസണിങ് പവറിനും, അതുപോലെ തന്നെ എത്തിക്കൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾക്കും കഴിയണം എന്നാണ് പറഞ്ഞിരുന്നത് ആര്? നിയോ ഹ്യൂമനിസ്റ്റുകൾ. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള മൃഗീയ പ്രേരണകളെയും അഹംഭാവത്തെയും നിയന്ത്രിക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ എന്തിന് കഴിയണം? ഒരു മനുഷ്യൻ്റെ എത്തിക്കൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ റീസണിങ് പവർ, യുക്തിക്കും കഴിയണം എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ യുക്തിക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും അവൻ്റെ ഉള്ളിലുള്ള മൃഗീയ പ്രേരണകളെയും അതുപോലെ തന്നെ അഹംഭാവത്തെയും നിയന്ത്രിക്കാൻ കഴിയണമെന്നാണ് നിയോ ഹ്യൂമനിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിയോ ഹ്യൂമനിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും സെക്യുലർ ആണെന്നാണ് പറയുന്നത്. അതായത് അവർ മതത്തിനൊട്ടും പ്രാധാന്യം നൽകിയിരുന്നില്ല. മതം അവിടെ ഒട്ടും ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല നിയോ ഹ്യൂമനിസ്റ്റുകൾക്ക്. അവർ മതത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള 2 ആൾക്കാരെ എന്ന് പറയുന്നത് പോൾ എൽമർ മൂറും ഇർവിങ് ബാബിറ്റുമാണ്. പോൾ എൽവിങ് മൂറും ഇർവിങ് ബാബിറ്റുമാണ് നിയോ ഹ്യൂമനിസ്റ്റിലെ മെയിനായിട്ടുള്ള 2 ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് മോറിൻ്റെ ഷെൽബേൺ എസ്സേസ്, ബാബിറ്റിൻ്റെ ലിറ്ററേച്ചർ ആൻഡ് ദ അമേരിക്കൻ കോളേജ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവരുടെ, മോറിൻ്റെയും ബാബിറ്റിൻ്റെയും മെയിനായിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്തിനെയാണ് എതിർത്തിരുന്നത്? സെൽഫ് എക്സ്പ്രസീവ് എക്സ്പെരിമെൻസിനെയാണ് എതിർത്തുന്നത്. അതായത് സ്വയം പ്രകടിപ്പിക്കൽ അല്ലെങ്കിൽ സ്വയം ആവിഷ്കാരത്തിനെയാണ് ആര് എതിർത്തിരുന്നത്? ഈ നിയോ ഹ്യൂമനിസ്റ്റുകൾ എതിർത്തുന്നത്. അതായത് ഇപ്പോൾ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ റൊമാൻറ്റിസം പോലെയുള്ള ചില ലിറ്റററി സ്കൂളുകളെയാണ് ഇവർ എതിർത്തിരുന്നത്. അത് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആയാലും അല്ലെങ്കിൽ റൊമാൻറ്റിസം ആയാലും എന്താണ്, അത് നമ്മളുടെ ഉള്ളിലുള്ള ആ വികാരങ്ങളെയൊക്കെ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ആവിഷ്കരിക്കുക, പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, സാഹിത്യത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വയം ആവിഷ്കാരത്തിനെ എതിർക്കുകയാണ് ചെയ്തിരുന്നത് ആര്? നിയോ ഹ്യൂമനിസ്റ്റുകൾ. അവരിങ്ങനെയുള്ള സെൽഫ് എക്സ്പ്രസീവ് എക്സ്പെരിമെൻറ്റ്സ്, സ്വയം പ്രകടിപ്പിക്കുന്ന കൃതികളെ എതിർക്കുകയാണ് ചെയ്തിരുന്നത് ആര്? നിയോ ഹ്യൂമനിസ്റ്റുകൾ. അപ്പോൾ ഇവരുടെ പാത പിന്തുടർന്ന് പിന്നീട് ഒരുപാട് നിയോ ഹ്യൂമനിസ്റ്റുകൾ വന്നു. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നോർമൻ ഫോറസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് അമേരിക്കൻ ക്രിറ്റിസിസം. ഡഗ്ലസ് ബുഷ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതി എന്ന് പറയുന്നത് ദി ഹ്യൂമനിസ്റ്റിക് ക്രിട്ടിക്. പിന്നെ ഹാരി ഹേഡൻ ക്ലാർക്ക്, GR എലിയറ്റ് ആൻഡ് റോബർട്ട് ഷേഫർ. ഇവരൊക്കെയാണ് ഈ മോറിൻ്റെയും ബാബിറ്റിൻ്റെയും പാത പിന്തുടർന്ന് നിയോ ഹ്യൂമനിസം സ്കൂളിലേക്ക് വന്നത്. ആരൊക്കെയാണ്? നോർമൻ ഫോറസ്റ്റർ, ഡഗ്ലസ് ബുഷ്, ഹാരി ഹേഡൻ ക്ലാർക്ക്, GR എലിയറ്റ് ആൻഡ് റോബർട്ട് ഷേഫർ. ഇവരൊക്കെയാണ് പിന്നീട് വന്ന നിയോ ഹ്യൂമനിസ്റ്റുകൾ. ഇവർ പുതിയ ഒരു ലിറ്റററി സ്കൂളിനെ തുടങ്ങി. അപ്പോൾ ഇവർ മെയിനായിട്ട് എതിർത്തിരുന്നത് റൊമാൻറ്റിസിസത്തിനെയാണ്. റൊമാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സ്വയം ആവിഷ്കരണമാണ് അവിടെ നടക്കുന്നത്. ഉള്ളിലുള്ള നമ്മളുടെ വികാരങ്ങളെയൊക്കെ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ റൊമാൻറ്റിസത്തിലൊക്കെ. അപ്പോൾ ഈ റൊമാൻറ്റിസത്തിനെയാണ് ഇവർ മെയിനായിട്ട് എതിർത്തിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ റൊമാൻറ്റിസമൊക്കെ എന്തിന് വഴിയൊരുക്കുന്നു എന്നാണ് പറയുന്നത്? അത് നമ്മളുടെ മനുഷ്യൻ്റെ ഉള്ളിലെ അഹംഭാവവും അതുപോലെ തന്നെ അനിയന്ത്രിതമായ ആവിഷ്കാരത്തിനും വഴിയൊരുക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ അഹംഭാവത്തിനും അനിയന്ത്രിതമായിട്ടുള്ള ആവിഷ്കരണത്തിന് വഴിയൊരുക്കുന്നു എന്നാണ് പറയുന്നത്? റൊമാൻറ്റിസം പോലെയുള്ള എക്സ്പെരിമെൻറ്റുകൾ വഴിയൊരുക്കുന്നു എന്നാണ് ആര് പറഞ്ഞിരുന്നത്? നിയോ ഹ്യൂമനിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു നിയോ ഹ്യൂമനിസം സ്കൂള് അത് ഈ ബാബിറ്റിൻ്റെ മരണത്തോടു കൂടി ഇത് ഭയങ്കര വീക്കാവാൻ തുടങ്ങി. ഇർവിങ് ബാബിറ്റിൻ്റെ മരണത്തോടു കൂടി ഈ നിയോ ഹ്യൂമനിസം സ്കൂള് വീക്കാവാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം പിന്നെന്താണ്, നമുക്കൊരു മതത്തിൻ്റെ റിലീജൻ്റെ വളരെയധികം ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. അതായത് റിലീജൻ, അതായത് ഒരു റിലീജിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു ശക്തിയുടെയോ ഇമ്പോർട്ടൻസ് നമ്മളുടെ ധാർമ്മികതയെ, നമ്മളുടെ മോറൽ വാല്യൂസ്,
നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്താൻ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അമാനുഷികമായിട്ടുള്ള ചില ശക്തികളുടെയോ ഇമ്പോർട്ടൻസ് വളരെയധികം കണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എന്താണ്, ഈ നിയോ ഹ്യൂമനിസം സ്കൂൾ വീക്കാവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നിയോ ഹ്യൂമനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിയോ ഹ്യൂമനിസത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ക്രിസ്ത്യൻ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് നിയോ ഹ്യൂമനിസത്തിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും എന്താണ്, ഒരു മതത്തിൻ്റെ ആവശ്യകത വളരെയധികം കൂടി വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങളെ നിലനിർത്താൻ ഒരു മതത്തിൻ്റെ ആവശ്യകത ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം വന്നൊരു കോൺസെപ്റ്റാണ് ക്രിസ്ത്യൻ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ മെയിനായിട്ടുള്ളൊരു വാദി എന്ന് പറയുന്നത് T.S. എലിയറ്റ് ആണ്. അപ്പോൾ T.S. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള എന്താണ്, ദ ഹ്യൂമനിസം ഓഫ് ഇർവിങ് ബാബിറ്റ്, പിന്നെ സെക്കൻഡ് തോട്ട്സ് ഓൺ ഹ്യൂമനിസം ആൻഡ് റിലീജിയൻ ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഇതിലൊക്കെ എന്താണ്, സെക്യുലർ ഹ്യൂമനിസം അല്ലെങ്കിൽ നിയോ ഹ്യൂമനിസം. നമ്മൾ പറഞ്ഞു നിയോ ഹ്യൂമനിസം സെക്യുലറാണ്, അവർ മതത്തിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ അത്തരമുള്ള ഹ്യൂമനിസത്തിനെ അതിൻ്റെ പോരായ്മകളെ എടുത്തു കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വർക്കുകളിലൊക്കെ കാണിച്ചത്. ഈ ഏതൊക്കെയാണ്, T.S. എലിയറ്റിൻ്റെ ദ ഹ്യൂമനിസം ഓഫ് ഇർവിങ് ബാബിറ്റ്, സെക്കൻഡ് തോട്ട്സ് ഓൺ ഹ്യൂമനിസം ആൻഡ് റിലീജിയൻ ആൻഡ് ലിറ്ററേച്ചർ. ഈ ഒരു കൃതികളിലൊക്കെ T.S. എലിയറ്റ് നിയോ ഹ്യൂമനിസത്തിൻ്റെയും സെക്യുലർ ഹ്യൂമനിസം, അതായത് മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത നിയോ ഹ്യൂമനിസത്തിൻ്റെ പോരായ്മകളെ എടുത്തു കാട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, T.S. എലിയറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളുടെ സാഹിത്യത്തെയും നമ്മളുടെ ജീവിതത്തെയും നിലനിർത്താൻ ഒരു മതപരമായിട്ടുള്ള സമീപനം അത്യാവശ്യമാണ് എന്നാണ് T.S. എലിയറ്റ് പറഞ്ഞത്. അതായത് നമ്മളുടെ ജീവിതത്തെയും നമ്മളുടെ ലിറ്ററേച്ചർ, നമ്മളുടെ സാഹിത്യത്തെയും നിലനിർത്താൻ ഒരു മതപരമായിട്ടുള്ള സമീപനം അത്യാവശ്യമാണ് എന്നാണ് T.S. എലിയറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാത പിന്തുടർന്ന് പിന്നീട് ഒരുപാട് ആൾക്കാർ വന്നു. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ ആൽഫ്രഡ് കാസിൻ, എഡ്മണ്ട് ഫുള്ളർ ആൻഡ് ഹയാറ്റ് വാഗ്നർ എന്നൊക്കെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഹ്യൂമനിസം ഒരു മതപരമായിട്ടുള്ളൊരു സമീപനത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്രിസ്ത്യൻ ഹ്യൂമനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കിയത്, മോറലിസ്റ്റിക് അപ്രോച്ച് എന്താണെന്ന് നോക്കി, പിന്നെ നിയോ ഹ്യൂമനിസവും ക്രിസ്ത്യൻ ഹ്യൂമനിസം എന്നുള്ള രണ്ട് കോൺസെപ്റ്റുകളും നമ്മളിന്ന് നോക്കി.